ഉത്തരമാറ്റിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു കിഡിലൻ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നന്ദു SI ആയി ചാർജ് എടുത്തതോടുകൂടി പല ആൾക്കാരും വല്ലാത്ത ഭയത്തിലാണ്. അതിൽ ഏറ്റവും അധികം ഭയമായിട്ടിരിക്കുന്നത് ഇപ്പോൾ തല്ലു വാങ്ങിക്കൂട്ടിയിരിക്കുന്ന അനാമികയുടെ അച്ഛനും അമ്മയുമാണ്. അനാമികയ്ക്കും അതിനകത്ത് ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ നന്ദുവിനെ ഏതു വിധേനയും പൂട്ടുവാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് അച്ഛനും അമ്മയും മകളും. ഇതിനിടയിൽ ഒരു ദിവസം രാവിലെ ആദർശ് ഓഫീസിലേക്ക് പോകുവാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ മുത്തശ്ശൻ തൻ്റെ റൂമിലേക്ക് ആദർശിനെ വിളിക്കുന്നുണ്ട്. മുത്തശ്ശൻ പതിവില്ലാതെ രാവിലെ തന്നെ റൂമിലേക്ക് വിളിച്ചതിൽ എന്തോ കാര്യമുണ്ടല്ലോ, അത് ചിന്തിച്ചുകൊണ്ട് ആദർശ് ആ മുറിയിലേക്ക് ചെല്ലുന്നു. തുടർന്ന് മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശ, എന്തുപറ്റി? എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നമുണ്ടോ ഈ രാവിലെ എന്നോട് സംസാരിക്കാൻ? ഉണ്ട് മോനെ, ചില പ്രത്യേക കാര്യങ്ങൾ നിന്നോട് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വിളിച്ചത്. എന്താ മുത്തശ്ശ, എന്തുപറ്റി? അത് പിന്നെ നമ്മുടെ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് ഒരു കേസ് കുറെ നാളുകൾ കൊണ്ട് അങ്ങനെ വലിച്ചിഴച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ആ കേസ് ഏറ്റെടുത്ത സമയത്തുണ്ടായിരുന്ന ആ ആവേശമൊന്നും ഇപ്പോൾ കാണുവാൻ കഴിയുന്നില്ല. നമ്മൾ കേസ് കൊടുത്തിട്ടൊന്നും അല്ലല്ലോ അവർ വന്നത്. മൂർത്തീസ് ജ്വല്ലറി വഴി കള്ളക്കടത്ത് സ്വർണം കടത്തി എന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ അതവർക്ക് ലഭിച്ചപ്പോൾ തന്നെ അവർ ജ്വല്ലറിയിലേക്ക് വരികയും ആവശ്യമായ പരിശോധനകളൊക്കെ നടത്തുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് അതിൻ്റെ മേലൊരു നടപടി ഉണ്ടാകും എന്ന് അവർ തന്നെയാണ് പറഞ്ഞത്. മാത്രവുമല്ല, ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ SIയോടും ഉന്നത അധികാരികളോടും സംസാരിച്ചിരുന്നു. നമ്മുടെ ജ്വല്ലറി വഴി അങ്ങനെ ഒരു ക്രമക്കേട് ഒരിക്കലും നടക്കില്ല എന്ന് ഞാൻ കട്ടായം പറഞ്ഞു. അങ്ങനെ ഒരു വിശ്വാസവും ഉറപ്പും എനിക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണം എന്നും പറഞ്ഞിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഇതുവരെയും ആ കേസ് എവിടെയും എത്താതെ വലിച്ചിഴക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്ന് കേസ് അന്വേഷണത്തിൽ ജാഗ്രതയോടുകൂടി മുൻപോട്ട് വന്ന SI അയാളോട് ഞാൻ പലയാവർത്തി ഇതിനെപ്പറ്റി അന്വേഷിക്കുമ്പോഴൊക്കെ പഴയ പോലെയുള്ള ആവേശമൊന്നും അയാൾക്ക് കാണാനില്ലായിരുന്നു. എന്തായാലും അയാൾ ഇപ്പോൾ മാറുകയും പകരം നമ്മുടെ നന്ദുമോൾ SI ആയിട്ട് ചാർജ് എടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സ് പറയുന്നത് ഈ വിഷയം നന്ദുമോളുമായിട്ടൊന്ന് ചർച്ച ചെയ്യണമെന്നാണ്. എന്തായാലും ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ടൊരു കേസാണ്. അതുകൊണ്ട് തന്നെ ആ പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ ഫയലുണ്ടാവും. ഈ ഒരു കേസിനോടുള്ള ബന്ധത്തിൽ എൻ്റെ മനസ്സിൽ പല സംശയങ്ങളുമുണ്ട്. ഈ കേസ് എങ്ങും എത്താതിരിക്കത്തക്കവണ്ണം ഇതിൻ്റെ പിൻപിൽ ആരോ കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഫയൽ പൊടി പിടിച്ച് അവിടെ കിടക്കുന്നത്. നന്ദു ഇപ്പോൾ വന്ന സ്ഥിതിക്ക് നന്ദുവിനോട് ഈ കാര്യത്തെക്കുറിച്ചും ഇതിൻ്റെ സീരിയസ്നെസ്സിനെ കുറിച്ചും വളരെ ഗൗരവമായി മോനൊന്ന് സംസാരിക്കണം. എന്നിട്ട് ആ കേസ് ഫയല് പൊടി തട്ടി വേഗം എടുക്കുവാനും അന്വേഷിക്കുവാനും നന്ദുവിനോട് പറയണം. ഇത് കേട്ടിട്ട് ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശ, ഞാൻ പലയാവർത്തി പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് ലഭിച്ചിരുന്ന മറുപടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, വേഗത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്നായിരുന്നു. ഇപ്പോൾ മാസങ്ങൾ പലതും കഴിഞ്ഞിട്ടുണ്ട്. മുത്തശ്ശൻ പറഞ്ഞതുപോലെ തന്നെ ഈ കേസിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ചൂടും ചുമതലയും ഒന്നും പണ്ടുണ്ടായിരുന്നത് പോലെ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അതെ, മുത്തശ്ശൻ പറഞ്ഞത് ശരിയാണ്. ഇതിന്റെ പിൻപിൽ പണം മറഞ്ഞിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അത് തെറ്റാനുള്ള സാധ്യത തീരെ കുറവാണ്. എനിക്കറിയാം മോനെ, നിന്റെ മനസ്സിലുള്ള സംശയം അബിയെ അല്ലേ? അതെ മുത്തശ്ശ, അബിയെ തന്നെയാണ്. അതെ, അവനറിയാതെ അങ്ങനെ ഒരു കാര്യം നമ്മുടെ ജ്വല്ലറി വഴി ഒരിക്കലും നടക്കില്ല. നമ്മളോട് അങ്ങേയറ്റം കൂറും കടപ്പാടുമുള്ളവരാണ് നമ്മുടെ ജ്വല്ലറിയിലെ പണിക്കാർ ഓരോരുത്തരും. എന്നാൽ ഈ ഒരുത്തൻ മാത്രമാണ് അതിനു വിപരീതമായി സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് അവൻ മാത്രമേ ഇങ്ങനെയൊരു കുറ്റകൃത്യം അവിടെ ഇരുന്നു കൊണ്ട് ചെയ്യുകയുള്ളൂ. എന്തായാലും ഈ വിഷയത്തിന്റെ മറ നീക്കി അത് പുറത്ത് കൊണ്ടുവന്നേ പറ്റൂ, എത്രയും വേഗം. ഇത് കേട്ടുകൊണ്ട് മുത്തശ്ശി പറയുന്നുണ്ട്, അതെ, ഈ കേസ് അന്വേഷിക്കുവാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ളത് നന്ദുമോൾക്ക് തന്നെയാണ്. മോളാകുമ്പോൾ ഒരിക്കലും ആരുടെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങില്ല. അതുമാത്രവുമല്ല, അനന്തപുരി തറവാട്ടിലെ കേസല്ലേ, ആ കേസിനു വേണ്ടി മോൾക്കൊരു പ്രത്യേകമായ ജാഗ്രത ഉണ്ടാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മോളെ കൊണ്ട് തന്നെ ഇത് അന്വേഷിപ്പിക്കണം. അത് കേൾക്കുമ്പോൾ വീണ്ടും മുത്തശ്ശൻ പറയുകയാണ്, വസുന്ധരെ, ഇയാൾ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. നന്ദു ആരുടെയും കൈക്കൂലി വാങ്ങില്ല, ആരുടെയും സ്വാധീനത്തിന്റെ മുമ്പിൽ തലകുനിച്ചു നിൽക്കുകയുമില്ല. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ കേസ് അനന്തപുരിയിലേതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ആത്മാർത്ഥതയോടുകൂടി നന്ദുമോൾ ഈ വിഷയം ഏറ്റെടുക്കും. നന്ദുമോള് പ്രത്യേക കഴിവുള്ള പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ നിസ്സാരമായി ഈ കേസ് അവൾ തെളിയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അബിയാണ് ഇതിൻ്റെ പിൻപിലെ കുറ്റവാളി എന്നവൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് നന്ദുമോൾ എന്ത് തീരുമാനമായിരിക്കും എടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ മനസ്സിലും വല്ലാത്തൊരാശങ്കയുണ്ട്. കാരണം നന്ദുമോളുടെ ഏട്ടത്തിയാണല്ലോ അബിയുടെ ഭാര്യയായി ഇപ്പോൾ ഇവിടെ ഉള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിലായിരിക്കും ഈ കേസിനെ അവൾ മുൻപോട്ട് നീക്കുക എന്നുള്ളതിനെക്കുറിച്ച് ആശങ്കയുണ്ട്. അത് കേട്ടിട്ട് ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശ, അങ്ങനെയുള്ള ആശങ്കകൾക്കൊന്നും വലിയ പ്രസക്തി ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നന്ദുവിനോട് നമ്മൾ പലപ്പോഴും SI ആയി കഴിയുമ്പോഴുള്ള പല കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ അവൾ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു, ഞാൻ സത്യത്തിനും നീതിക്കും വേണ്ടിയായിരിക്കും നിൽക്കുന്നത്. സത്യം വിട്ട് യാതൊരു കളിക്കും പോകില്ല. അനീതി കണ്ടാൽ അതാരാണെന്ന് നോക്കാതെ ഞാൻ മുഖത്ത് നോക്കി പ്രതികരിക്കും, നടപടിയും എടുക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചേച്ചിയുടെ ഭർത്താവാണ് എന്നുള്ള പരിഗണന
ഒരിക്കലും അബിക്ക് കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ആ, അങ്ങനെ വിശ്വസിക്കാം. എന്തായാലും നീ ഇപ്പോൾ തന്നെ നന്ദുവിനെ വിളിച്ച് കാര്യം പറ. ആ ശരി മുത്തശ്ശ, ഇപ്പോൾ തന്നെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോണും എടുത്തുകൊണ്ട് ആ മുറിയിൽ നിന്നും ആദർശ് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. തുടർന്ന് കാണുന്നത് പോലീസ് സ്റ്റേഷനിലായിരിക്കുന്ന നന്ദുവിന്റെ ഫോണിലേക്ക് ആദർശിന്റെ കോള് ചെല്ലുന്നതാണ്. ആഹാ, ആദർശേട്ടനാണല്ലോ വിളിക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി, ഹലോ ആദർശേട്ടാ, എന്തുണ്ട്, എന്താ വിളിച്ചത്, എന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷമുണ്ടോ? ഇത് നന്ദു ചോദിക്കുമ്പോൾ ആദർശ് പറയുകയാണ്, മോളെ, എനിക്ക് നിന്നെ പ്രത്യേകമായിട്ടൊന്ന് കാണണം. ഞാൻ എവിടേക്കാണ് വരേണ്ടത്? ഇപ്പോൾ സ്റ്റേഷനിലാണോ ഉള്ളത്? അയ്യോ ആദർശേട്ടാ, ആദർശേട്ടൻ ഇങ്ങോട്ട് വരാനോ? ഞാൻ ആദർശേട്ടൻ്റെ അനിയത്തിയല്ലേ. ആദർശേട്ടൻ എന്നെ വിളിച്ചാൽ തീർച്ചയായിട്ടും ആദർശേട്ടൻ എവിടെയാണോ ഉള്ളത് അവിടേക്ക് ഞാൻ ഓടിയെത്തും. ഇപ്പോൾ ആദർശേട്ടൻ ഓഫീസിലാണോ? ഞാൻ ദേ അവിടേക്ക് വരാം. ഇല്ല, വീട്ടിലാണെങ്കിൽ പറഞ്ഞാൽ മതി, വീട്ടിലേക്കും വരാം. അതൊന്നും വേണ്ട മോളെ, ഞാൻ അവിടേക്ക് വന്നോളാം. നിനക്കാണെങ്കിൽ ഒത്തിരി തിരക്കുകളുണ്ടല്ലോ. മാത്രവുമല്ല ഇപ്പോൾ ജോലിയിൽ പ്രവേശിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മോളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ അവിടേക്ക് വന്നോളാം. എന്ത് ബുദ്ധിമുട്ട് ആദർശേട്ടാ എനിക്കുള്ളത്? എനിക്കങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ ഈ ജോലിയിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞിട്ട് കുത്തിയിരിക്കാൻ നേരമില്ലാതെ ജോലി ഭാരവുമായിട്ട് ഞാൻ ഓടി നടക്കുകയൊന്നുമല്ല. എനിക്ക് ഫ്രീ ടൈം ഉണ്ട്, ഞാൻ അവിടേക്ക് എത്താം. അല്ല ആദർശേട്ടാ, ഞാനിപ്പോൾ അവിടേക്ക് വരുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ അവിടെ വന്നിട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ പേരിൽ അവിടെ ഒരു ബഹളം ഉണ്ടാകരുത്. നന്ദു, നിനക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ വീട്ടിലേക്ക് വരാം. അനന്തപുരി തറവാടിൻ്റെ വാതിൽ എല്ലായ്പ്പോഴും നന്ദുവിൻ്റെ മുൻപിൽ തുറന്നു കിടക്കും. പിന്നെ അനിയുടെയും അനാമികയുടെയും കാര്യം ഓർത്തിട്ടാണ് നിനക്കിങ്ങനെ ഒരു ആശങ്കയുള്ളതെങ്കിൽ തൽക്കാലം ഇപ്പോൾ അങ്ങനെ ഒരു ഭയപ്പാട് വേണ്ട. അനാമിക ഇവിടെ ഇല്ല, അവൾ അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ധൈര്യമായിട്ട് നിനക്ക് ഇവിടേക്ക് വരാം. ആ എങ്കിൽ ശരി ആദർശേട്ടാ, ഞാൻ ഇപ്പോൾ തന്നെ വരികയാണ്. ഇത്രയും പറഞ്ഞ് നന്ദു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. നന്ദുവിനോട് ഫോണിലൂടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആദർശ് ഫോൺ കട്ട് ചെയ്ത് പിൻപിലേക്ക് തിരിയുമ്പോൾ നയന തൊട്ട് പിന്നിൽ നിൽക്കുകയാണ്. നയന ചോദിക്കുന്നുണ്ട്, ആദർശേട്ടൻ നന്ദുവിനെ ആയിരുന്നു വിളിച്ചതല്ലേ? സംസാരം കേട്ടപ്പോഴേ എനിക്ക് തോന്നി. എന്തുപറ്റി ഇപ്പോൾ രാവിലെ നന്ദുവിനെ വിളിച്ച് സംസാരിക്കുവാൻ കാരണം? അത് പിന്നെ നയനെ മുത്തശ്ശനാണ് വിളിച്ചത്. മുത്തശ്ശൻ ആ പഴയ കേസിന്റെ കാര്യം അതൊന്ന് റീഓപ്പൺ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. കേസ് റീഓപ്പൺ ചെയ്യാനോ? ഏത് കേസിന്റെ കാര്യമാണ് ആദർശേട്ടാ? അതെ, നമ്മുടെ ജ്വല്ലറിയിൽ കൂടി നടന്ന ആ സ്വർണ്ണ കള്ളക്കടത്തിന്റെ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ നമ്മൾ സംശയിക്കുന്ന ആൾക്കാരെയൊക്കെ തന്നെയാണ് മുത്തശ്ശന്റെ മനസ്സിലും സംശയമുള്ളത്. മുത്തശ്ശൻ കാര്യമായിട്ട് ഇതിന്റെ പുറകിനിറങ്ങി തിരിച്ചിരുന്നെങ്കിൽ എന്നേ കേസ് തെളിയുമായിരുന്നു. പക്ഷേ ലോക്കൽ സ്റ്റേഷനിലെ പോലീസ് ആയിരുന്നല്ലോ ഇങ്ങോട്ട് വരികയും തെളിവെടുപ്പൊക്കെ നടത്തുകയും കേസിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തത്. നമ്മളായിട്ട് കൊടുത്ത കേസായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാളും മിണ്ടാതിരുന്നത്. എന്നാൽ ഇടയ്ക്കൊക്കെ ഞാനും മുത്തശ്ശനും വിളിച്ച് SIയോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അയാൾ എങ്ങും തൊടാതെയുള്ള സംസാരമായിരുന്നു. തുടക്കത്തിൽ കാണിച്ച ആ ആവേശമൊന്നും പിന്നീട് ആ SIയിൽ കാണുവാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, നന്ദുമോൾ ഇവിടേക്ക് ചാർജ് എടുത്തതല്ലേ, അതുകൊണ്ട് അനന്തപുരി ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേസ് നന്ദുമോൾ അന്വേഷിച്ചാൽ അത് തെളിയിക്കപ്പെടുമെന്ന്. അത് പറയാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. മുത്തശ്ശന്റെ ആജ്ഞപ്രകാരമാണ് ഞാനിപ്പോൾ നന്ദുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തത്. അവളിപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കേട്ടിട്ട് നയന പറയുകയാണ്, ആദർശേട്ടാ, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അതൊന്നും വലിയ പ്രശ്നമായിരുന്നില്ലല്ലോ. എന്തായാലും നമ്മൾ പലയാവർത്തി പറഞ്ഞിട്ടുള്ളതാണ്, കള്ളൻ കപ്പലിൽ തന്നെയാണെന്ന്. ഇനിയിപ്പോൾ നന്ദു അത് അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നാമ്പുറങ്ങളെല്ലാം അവൾ വിശദമായി പരിശോധിക്കുകയും ഈ കള്ളത്തരം കണ്ടുപിടിക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ അത് പിന്നെയും ബാധിക്കുന്നത് ഈ കുടുംബത്തെയാണ്, ഇവിടെയുള്ള ഓരോ വ്യക്തികളെയുമായിരിക്കും. അതുകൊണ്ട് തന്നെ അത് വേണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായൊരു അഭിപ്രായം. നയനെ, നീ ഈ പറയുന്നത് ഒരുപക്ഷെ ശരിയായിരിക്കും. പക്ഷേ മുത്തശ്ശൻ ആ രീതിയിലല്ല ചിന്തിക്കുന്നത്. നമ്മുടെ ജ്വല്ലറിയോടുള്ള ബന്ധത്തിൽ ഒരിക്കൽ പോലും സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമാണിത്. എന്നുവെച്ചാൽ മൂർത്തീസ് ജ്വല്ലറിക്ക് എതിരായിട്ടൊരു ആരോപണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അതൊരിക്കലും മുത്തശ്ശന് സഹിക്കുവാൻ പറ്റുന്ന കാര്യമല്ല. 100% സത്യസന്ധത മാത്രം മുൻനിർത്തിയാണ് ഈ ജ്വല്ലറി ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടുള്ളത്. നമ്മുടെ ഒരു ബ്രാഞ്ചുകളിലും ഒരു തിരിമറിയും നടത്തിയിട്ടില്ല. ഇവിടെയുള്ള ഓരോ സ്റ്റാഫുകൾക്കും അവർക്കങ്ങനെ തിരിമറി നടത്തേണ്ട ആവശ്യമില്ല. കാരണം മറ്റുള്ള ജ്വല്ലറികളിൽ സ്റ്റാഫിന് കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി പണമാണ് മുത്തശ്ശൻ ഓരോ ആൾക്കാർക്കും അനുവദിച്ചിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ നിലനിർത്തിയാണ് ഞാനും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോധപൂർവം ഈ ജ്വല്ലറിയിലുള്ള ആരും ഇത്തരം നെറികേടിന് കൂട്ടുനിൽക്കില്ല. എന്നാൽ മൂർത്തീസ് ജ്വല്ലറിയോടുള്ള ബന്ധത്തിൽ കള്ളക്കടത്ത് സ്വർണം കടത്തപ്പെട്ടു എന്നുള്ള ആ ഒരു വാക്ക് അത് മുത്തശ്ശനെ സംബന്ധിച്ച് സഹിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെ അത് തെളിയിക്കപ്പെട്ടേ പറ്റൂ എന്ന് മുത്തശ്ശന് വാശിയുമാണ്. അതിനെ തിരുത്താനൊന്നും നമുക്ക് പറ്റില്ല നയനെ. പിന്നെ എത്രയെന്ന് കണ്ടാണ് ഇങ്ങനെ കണ്ണടച്ച് മുൻപോട്ട് പോകുന്നത്? എല്ലാ കാര്യങ്ങൾക്കും ഒരറുതിയും ഉണ്ടാവേണ്ടേ? വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും നന്ദു അന്വേഷിച്ച് തുടങ്ങട്ടെ. ഇത്രയും നയനയോട് പറഞ്ഞിട്ട് ആദർശ് തന്റെ മുറിയിലേക്ക് കയറി പോവുകയാണ്. തുടർന്ന് കാണുന്നത് അനാമികയെയും തന്റെ അച്ഛനെയും അമ്മയുമാണ്. തല്ലുകൊണ്ട് ശരീരമാകെ വേദനയോടുകൂടി അനങ്ങാൻ കഴിയാതെ ഇരിക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് നോക്കി അനാമിക പറയുകയാണ്,
ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും അവൾ പോലീസ് യൂണിഫോം ധരിച്ച് പുറത്തിറങ്ങരുത് എന്ന്. അവൾ പോലീസ് യൂണിഫോം ഇട്ടില്ല. അതിനു മുൻപ് തന്നെ നിങ്ങളെ മാരകമായി വീട്ടിൽ കയറി അടിച്ചു പരിക്കേൽപ്പിച്ചു. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഇനി അവൾക്ക് അധികാരം ലഭിക്കുകയാണ്. അതെ, അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റില്ല. ഇതൊക്കെ മുന്നമേ കൂട്ടി കാണണം എന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞതാണ്. അത് കേട്ടിട്ട് വേണു പറയുകയാണ്, എന്റെ മോളെ, നിന്റെ ഈ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തോ ഉദാസീനത കാണിച്ചു എന്നുള്ള രീതിയിലാണല്ലോ. അവൾ പോയ ട്രെയിനിങ് ക്യാമ്പ് തപ്പിപ്പിടിക്കുകയും അവിടുത്തെ ട്രെയിനറെ കയ്യിലെടുക്കുകയും ചെയ്തു. നമ്മൾ പറയുന്നത് മുഴുവനും അയാൾ നമുക്ക് വേണ്ടി അനുസരിച്ചു കൊണ്ടേയിരുന്നു. പക്ഷേ വിധി അവൾക്ക് അനുകൂലമായിരുന്നു. അവിടെ ഇട്ടുകൊണ്ട് അവൾ അമ്മയുടെ മുലപ്പാൽ വരെ ഛർദ്ദിക്കുന്ന രീതിയിൽ അയാൾ കഷ്ടപ്പെടുത്തിയതാണ്. അയാൾ നമുക്ക് ഉറപ്പ് നൽകിയതല്ലേ അവൾ ട്രെയിനിങ് പൂർത്തിയാക്കാതെ പുറത്തു പോകുമെന്ന്. ഇല്ല, വീണ്ടും ഉടുമ്പിനെ പോലെ അവൾ അവിടെ കടിച്ചു തൂങ്ങുവാനാണ് പദ്ധതിയെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവളെ പുറത്താക്കിയിരിക്കും എന്ന് അയാൾ ഉറപ്പ് നൽകിയതാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? ഒടുക്കത്തെ ഭാഗ്യമല്ലേ അവളുമാർക്കുള്ളത്. ശുക്രൻ ഉദിച്ചു നിൽക്കുകയാണ് അവളുമാരുടെ തിരുനെറ്റിക്ക് മുകളിൽ. അതുകൊണ്ട് തന്നെ അവളെ പുറത്താക്കുമെന്ന് ശപഥമെടുത്ത് നമ്മൾ പറഞ്ഞ പണി ചെയ്തുകൊണ്ടിരുന്ന ട്രെയിനർ അയാളെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുക എങ്ങോ ഉഗാണ്ടയിലേക്ക്. അവൾ ലക്ഷ്യമിട്ടത് അവൾ നേടിയെടുക്കുകയും ചെയ്തു. വിധിയെന്നല്ലാതെ എന്തു പറയാനാ? ഇതിനകത്ത് ആരെ കുറ്റപ്പെടുത്തുവാൻ കഴിയും? നിന്റെ അച്ഛൻ ഇതിനകത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു ഉദാസീനതയും കാണിച്ചിട്ടുമില്ല. അച്ഛന്റെയും മകളുടെയും ഈ സംഭാഷണം കേട്ടുകൊണ്ട് രേവതി ഇടയിൽ കയറി പറയുകയാണ്, എന്റെ വേണുവേട്ട, ഇനിയിപ്പോൾ കഴിഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചിന്തിക്കേണ്ട വിഷയം. കാര്യങ്ങൾ ഈ രീതിയിൽ തന്നെ മുൻപോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായി ഓരോരോ കേസുകളും പൊക്കും. നിസ്സാരമായിട്ടുള്ള കുറ്റങ്ങളൊന്നും അല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. അതൊക്കെ പിടിക്കപ്പെട്ടാൽ ഉറപ്പായിട്ടും നമ്മൾ അകത്ത് കിടക്കും. കൊലപാതക ശ്രമം ഉൾപ്പെടെ നമ്മുടെ മേൽ ചാർജ് ചെയ്ത് ആ പൂതന നമ്മളെ അകത്താക്കി കളയും. നമുക്കിത്രയൊക്കെ പ്രായമായി, അതുകൊണ്ട് മുൻപിൽ എന്തെങ്കിലും ആയി തീരട്ടെ എന്ന് വേണമെങ്കിൽ അങ്ങ് ആശ്വസിക്കാം. പക്ഷേ നമ്മുടെ മോടെ കാര്യമോ? അവൾ ജീവിതം ആരംഭിക്കുന്നതേ ഉള്ളൂ. അനന്തപുരി തറവാട്ടിൽ നിന്നും വെറും കൈയോടുകൂടി നമ്മുടെ മോൾക്ക് ഇറങ്ങി പുറപ്പെടേണ്ടി വരും. ഇത്രയും കേൾക്കുമ്പോഴേക്ക് അനാമിക പറയുക, മിക്കവാറും എന്റെ പട്ടി ഇറങ്ങും അനന്തപുരിയിൽ നിന്നും വെറും കൈയോടുകൂടി. ഞാൻ അവന്റെ കൂടെ ഒളിച്ചോടിപ്പോയതൊന്നും അല്ലല്ലോ. നാട്ടുകാരറിഞ്ഞ് ഞാൻ നിയമപരമായി അവനെ വിവാഹം കഴിച്ച് അനന്തപുരിയിലേക്ക് ചെന്ന് കയറിയതാ. അതുകൊണ്ട് തന്നെ നിയമപരമായി ഈ വിവാഹബന്ധം ഒഴിയുമ്പോൾ എനിക്ക് ജീവനാംശം കിട്ടിയേ പറ്റുള്ളൂ, നഷ്ടപരിഹാരം കിട്ടിയേ പറ്റുള്ളൂ. അതെ, ഞാൻ ചോദിക്കുന്നത് അവർക്ക് തരേണ്ടി വരും. എന്റെ മോളെ, നീ ഇങ്ങനെ ആവേശത്തിനൊന്നും സംസാരിക്കാതെ. നമ്മുടെ പേരിൽ ഒന്നിനു പുറകെ ഒന്നായി കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നമുക്ക് നഷ്ടപരിഹാരത്തിന് പോകാൻ പറ്റും? നമുക്ക് ഈ ഗാർഹിക പീഡനമെന്നും സ്ത്രീധന പീഡനമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചുകൊണ്ട് വേണമെങ്കിൽ കേസ് ഫയൽ ചെയ്യാൻ പറ്റും. എന്നാൽ അതിനെയെല്ലാം പൊളിച്ചടുക്കുവാനുള്ള തെളിവുകളുമായിട്ട്, കൗണ്ടർ കേസുകളുമായിട്ട് അവർ ഇങ്ങോട്ട് വരും. ആ വീട്ടിൽ നിന്ന് പലപ്പോഴായി സ്വർണവും പണവും അടിച്ചു മാറ്റിയതിന്റെ തെളിവുകളും, അതുകൂടാതെ ആദർശിന്റെ അമ്മയ്ക്ക് വിഷം കൊടുത്ത് കൊല്ലുവാൻ ശ്രമിച്ചു എന്നുള്ള കൊലപാതക ശ്രമം ഉൾപ്പെടെ പുറത്തു വരും. അങ്ങനെയൊക്കെ വന്നാൽ പിന്നെ എങ്ങനെ നഷ്ടപരിഹാരം കിട്ടുമെന്നാണ്? നമ്മൾ 3 പേരും കൂടി ഉണ്ട തിന്നേണ്ടി വരും, ജയിലഴിക്കകത്ത് കിടക്കും. എന്റെ അച്ഛനൊന്നും മിണ്ടാതിരിക്കെ. മനുഷ്യനെ പേടിപ്പിക്കാതെ. ഒന്നാമത് മനസ്സ് മുഴുവൻ വെപ്രാളം എടുത്ത് നടക്കുകയാണ്. അന്നേരമാണ് ജയിലും കോടതിയും നിയമവും ഒക്കെ ആയിട്ട് അച്ഛൻ്റെ അടുത്ത സംസാരം. മോളെ, നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ചേ പറ്റുള്ളൂ. ചിന്തിക്കാതിരുന്നു കഴിഞ്ഞാൽ കൂടുതൽ കുരുക്കുകൾ നമ്മുടെ മേൽ മുറുകി ഒടുവിൽ നമുക്ക് രക്ഷപ്പെടുവാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തും. കാരണം അമ്മാതിരി അതിക്രമങ്ങളൊക്കെയാണ് നമ്മളവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. നമ്മളവിടെ ചെയ്ത പല കാര്യങ്ങളും നവ്യയ്ക്കും ആ നയന എന്ന് പറയുന്നവൾക്കും നന്നായിട്ട് അറിയാം. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, എന്തുകൊണ്ടാണ് ഇതുവരെയും ഇവരാരോടും ഇതൊന്നും തുറന്നു പറയാതെ ഉള്ളിൽ തന്നെ അടക്കി വെച്ചിരിക്കുന്നത് എന്നാണ്. അത് ശരി, അതെ, എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയാണ്. അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ബ്ലാക്ക് മെയിലിംഗ് പരിപാടി കഴിയുമല്ലോ. അവളുമാർ 2 എണ്ണവും പഠിച്ച കള്ളികൾ തന്നെയാണ്. അതിൽ ഏറ്റവും ഭയപ്പെടേണ്ടത് ആ നയനെന്ന് പറഞ്ഞവളെയാണ്. അവള് പുറമെ തേൻ പുരട്ടിയ വാക്കുകൾ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും മയക്കുകയാണ്. പക്ഷേ അവളുടെ ഉള്ളിൽ അത് കൊടിയ വിഷമാണ്. അവള് നമുക്കെതിരെ അടിക്കുവാൻ വേണ്ടിയുള്ള ഒരവസരം കാത്തിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് വീണ്ടും വേണു പറയുകയാണ്, മോളെ, നിന്നോട് പറഞ്ഞാൽ നിന്റെ തലയ്ക്കകത്തോട്ട് കയറില്ല. ഇതിനൊക്കെയുള്ള പരിഹാരമായിട്ടാണ് ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്, നീ ആ അനിയെന്ന് പറയുന്നവനെ സ്നേഹിക്കാൻ. പക്ഷേ നിനക്കത് പറ്റില്ല. നിന്റെ മനസ്സിൽ സ്നേഹമില്ലെങ്കിലും അത് നിനക്ക് പുറമെയെങ്കിലും ഒന്ന് അഭിനയിക്കാമല്ലോ. അതുപോലും നിനക്ക് പറ്റില്ല. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിധിയൊക്കെ നീ തന്നെ വിളിച്ചു വരുത്തുന്നതാണ്. മോളെ, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാൻ കഴിയണം. കാരണം നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളത് നമുക്ക് മാത്രമാണ്. എൻ്റെ അച്ഛൻ ഈ പറയുന്നത് പോലെ എനിക്ക് അവനെ സ്നേഹിക്കാൻ കഴിയില്ല. ഊണിലും ഉറക്കത്തിലുമെല്ലാം നന്ദു 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 എന്ന് മാത്രം ചിന്തിച്ചു നടക്കുന്ന അവനെ എങ്ങനെ ഞാൻ സ്നേഹിക്കണമെന്നാണ്?
എന്നെ അവിടുന്ന് പുറത്താക്കിയിട്ട് അവളെ അവിടേക്ക് കൊണ്ടുവന്ന് കുടിയിരുത്തുവാൻ വേണ്ടി അവൻ അവസരം കാത്തു നിൽക്കുകയാണ്. അങ്ങനെയുള്ളവനെ ഞാൻ സ്നേഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മത്തത് നടക്കില്ലച്ചാ. അവൻ കാത്തിരിക്കുന്നതും എന്റെ തോൽവി കാണാനാ. അവന്റെ കാമുകി പോലീസ് വേഷം അണിയാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു. അവന്റെ മനസ്സിൽ ഏകദേശം അവൻ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അവളെ വെച്ചിട്ട് നമുക്കിട്ടവൻ പണി തരുമെന്ന്. അങ്ങനെയുള്ളൊരു വൃത്തികെട്ടവനെ എനിക്ക് സ്നേഹിക്കാൻ ഒരിക്കലും പറ്റില്ല. മോളെ, നീ അവനെ സ്നേഹിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നിന്റെയും ഞങ്ങളുടെയും നിലനിൽപ്പിന് വേണ്ടി ആ സ്നേഹം നീ അവന്റെ മുൻപിൽ അഭിനയിക്കുകയെങ്കിലും ചെയ്യണമായിരുന്നു. ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അനാമികയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. ആ ഫോൺ കോൾ കാണുമ്പോഴേക്കും അനാമിക ഒന്ന് പരുങ്ങുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ആ ഫോണും എടുത്തിട്ട് അടുത്ത മുറിയിലേക്ക് പോകുന്നു. എന്നിട്ട് ശബ്ദമടക്കി അനാമിക എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അനാമികയുടെ കാമുകനായിരുന്നു ഈ സമയത്ത് വിളിക്കുന്നത്. അനാമിക പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എപ്പോഴും എപ്പോഴും വിളിക്കരുത് എന്ന്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്, അച്ഛനും അമ്മയോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. അതിനിടയിലാണ് നിന്റെ ഒരു വിളി. നീ ഒന്ന് കട്ട് ചെയ്യ്, ഞാൻ തിരിച്ചു വിളിച്ചോളാം. ഇത് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് മടങ്ങി വരികയാണ്. പക്ഷേ രേവതിക്കും വേണുവിനും അനാമികയുടെ ഈ അടക്കം പറച്ചിൽ കേൾക്കുമ്പോൾ ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട്. മടങ്ങി വരുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, ആരാ മോളെ വിളിച്ചത്? അത് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയാണ്. കൂട്ടുകാരിയോ? ഏത് കൂട്ടുകാരി? എൻ്റെ ഏതൊക്കെ കൂട്ടുകാരികളെ അമ്മയ്ക്കറിയാം. മോളെ, നീ ചൂടാകാൻ വേണ്ടി ഒന്നും സംസാരിച്ചതല്ല. നിനക്ക് പണ്ടേ പെൺകുട്ടികൾ കൂട്ടുകാരായിട്ടില്ലായിരുന്നു. നിനക്കുണ്ടായിരുന്നതൊക്കെ ആൺ സുഹൃത്തുക്കൾ മാത്രമായിരുന്നു. അതുകൊണ്ട് ചോദിച്ചതാ. എന്നാലേ എനിക്കിപ്പോൾ പെൺസുഹൃത്തുക്കളുമുണ്ട്. അതിലൊരാളാണ് വിളിച്ചത്. കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ ഇനിയിപ്പോൾ നിൽക്കുന്നില്ല, പോവാണ്. എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. ഇത് പറഞ്ഞിട്ട് ബാഗും എടുത്തുകൊണ്ട് അനാമിക പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങുകയാണ്. എന്നാൽ അനാമികയുടെ ഈ സംസാരത്തിലും ഇറങ്ങിപ്പോക്കിലുമൊക്കെ വല്ലാത്ത സംശയം തോന്നിയ വേണു രേവതിയോട് പറയുകയാണ്, രേവതി, നിന്റെ മോടെ പോക്ക് കണ്ടോ? അവളുടെ പെൺസുഹൃത്താണെന്ന്. പെൺസുഹൃത്തൊന്നുമല്ല, എന്തോ ഉടായ്പ ബന്ധം അവൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എടുത്താ പൊങ്ങാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ അടുത്ത വള്ളിയെങ്ങാനും പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ടൊന്നും രക്ഷയില്ല. അനുഭവിച്ചു തീർക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ജയിലെങ്കിൽ ജയില്. ഇത് പറഞ്ഞുകൊണ്ട് വേണു അങ്ങനെ നെടുവീർപ്പിടുകയാണ്. പിന്നീട് കാണുന്നത് നന്ദു അനന്തപുരിയിലേക്ക് വന്നിറങ്ങുന്ന കാഴ്ചയാണ്. നന്ദു അവിടേക്ക് കയറി വരുമ്പോൾ ജലജയും ജാനകിയും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് ഹാളിലെ സോഫയിൽ ഇരിക്കുകയാണ്. നന്ദുവിനെ കണ്ടതോടുകൂടി ഒരു ഞെട്ടലോടുകൂടി രണ്ടുപേരും ചാടി എഴുന്നേൽക്കുന്നുണ്ട്. രണ്ടുപേർക്കും നന്ദുവിന്റെ ആ വരവ് ഒട്ടും തന്നെ സുഖിച്ചിട്ടില്ല. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ചില ആൾക്കാരൊക്കെ പോലീസ് വേഷം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ പത്രാസ് കാണിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കയറി വരാൻ തുടങ്ങി. അതിൻ്റെയൊക്കെ പിൻപിലുള്ള പദ്ധതി എന്താണെന്നൊക്കെ അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആൾക്കാർക്കും മനസ്സിലാവും. പക്ഷേ ഇവളുമാരുടെ ഒന്നും മനസ്സിലെ സ്വപ്നങ്ങളും പദ്ധതികളും ഒന്നും ഈ ജാനകി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടപ്പാകാൻ പോകുന്നില്ല. ഇത്രയും പറഞ്ഞിട്ട് ജാനകി വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ജലജ ചോദിക്കുകയാണ്, എടി, നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നീ ഇവിടെ വരുന്നത് അനിയുടെ അമ്മയ്ക്കും അനാമികയ്ക്കും ഒന്നും ഇഷ്ടമല്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയില്ലേ? പിന്നെ എന്തിനാണ് ഇവിടേക്ക് ഒരുങ്ങിക്കെട്ടി വന്നത്? നിന്റെ ഈ വേഷം കണ്ടുകൊണ്ട് സന്തോഷിക്കാനേ അനി ഇപ്പൊ ഇവിടെ ഇല്ല. അവനെ കാണിക്കാൻ വേണ്ടിയല്ലേ നീ ഇപ്പോഴിവിടേക്ക് എഴുന്നള്ളിയിരിക്കുന്നത്? അപ്പോൾ നന്ദു പറയുകയാണ്, അതെ, നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്നത് പോലെ ഞാൻ അനിയെ കാണാൻ വന്ന ആളല്ല. എൻ്റെ വരവിൻ്റെ പിൻപിൽ പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കൂടുതൽ ഷോ കാണിക്കരുത്. നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എന്താണെന്നും നിങ്ങളുടെ കയ്യിലിരിപ്പുകൾ കഴിഞ്ഞ നാളുകളിൽ എന്തായിരുന്നു എന്നുമൊക്കെ നന്നായിട്ട് എനിക്കറിയാം. എൻ്റെ ചേച്ചിമാർ നിങ്ങളെ തൊണ്ടി മുതൽ ഉൾപ്പെടെ പിടിച്ചതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പല കള്ളത്തരങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ പുറത്തുവിടും. പ്രത്യേകിച്ച് എനിക്കിപ്പോൾ ഈ കാക്കിയുടെ ബലം കൂടിയുണ്ട്. അന്വേഷിക്കാൻ തന്നെയാണ് സർക്കാർ ശമ്പളം തന്ന് എന്നെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ചിലതൊക്കെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയാൽ പിന്നിവിടങ്ങും നിൽക്കില്ല. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു സംസാരിക്കണം, കേട്ടോ? ഇത്രയും നന്ദു പറയുന്നത് കേട്ടപ്പോൾ ജലജ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവിടുന്ന് അങ്ങ് രക്ഷപ്പെടുന്നതാണ് നല്ലത്. ഇവരുടെയൊക്കെ വായിൽ കയറി ഇറങ്ങാൻ ആർക്കും പറ്റില്ല. മാത്രവുമല്ല, ഇവളീ പറഞ്ഞതുപോലെ വല്ലതും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കാൻ പറ്റില്ല. പോയേക്കാം. ഇത് പറഞ്ഞിട്ട് ഒന്ന് സൂക്ഷിച്ച് നന്ദുവിനെ നോക്കിയിട്ട് ജലജ അകത്തേക്ക് കയറിപ്പോവുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയും മുറിയിൽ നിന്നും ഇറങ്ങി വരുന്നത്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നന്ദുവിനെ കണ്ടപ്പോഴേക്കും രണ്ടുപേർ വെടികൊണ്ട പന്നികളെ പോലെ ഓടിപ്പോകുന്നല്ലോ. പോലീസ് വേഷക്കാരിയെ കണ്ടപ്പോൾ പേടിച്ച് ഓടിയതാണോ? അയ്യോ മുത്തശ്ശ, അങ്ങനെ പേടിക്കാൻ തക്കവണ്ണം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അതുമാത്രവുമല്ല, ഞാൻ പോലീസ് അധികാരം കാണിക്കാൻ വേണ്ടി അല്ലല്ലോ ഇവിടേക്ക് ഇപ്പോൾ വന്നത്. ഈ കുടുംബത്തിലെ ഒരു ഭാഗമാണ് ഞാനെന്ന് അവർക്ക് നന്നായിട്ട് അറിയില്ലേ? പിന്നെന്തിനാണ് അവരെന്നെ പേടിച്ച് ഓടുന്നത്? ഓടും മോളെ. കള്ളന്മാർക്ക് പോലീസിനെ കാണുമ്പോൾ പെട്ടെന്നൊരു പേടിയുണ്ടാവും. അത് സ്വാഭാവികമാണ്. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നതങ്ങ് കൂട്ടിക്കൂ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ഒരു ചിരി പാസ്സാക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല മോളെ, എങ്ങനെയുണ്ട് പുതിയ ഡ്യൂട്ടിയൊക്കെ? സന്തോഷമാണോ? നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ടോ? കുഴപ്പമില്ല മുത്തശ്ശ, എല്ലാം ഒന്ന് പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളൂ. ഇതുവരെയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. രാവിലെ ആദർശേട്ടൻ എന്നെ വിളിച്ചിരുന്നു.
എന്തോ പ്രത്യേക കാര്യം സംസാരിക്കാനുണ്ടെന്ന്. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. ആ മോളെ, ഞാൻ പറഞ്ഞിട്ടാണ് അവൻ നിന്നെ വിളിച്ചത്. എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ഓ അത് ശരി, മുത്തശ്ശൻ പറഞ്ഞിട്ടായിരുന്നു ആദർശേട്ടൻ വിളിച്ചത്. ഇത് നന്ദു ചോദിക്കുന്ന സമയത്ത് ആദർശും നയനയും കൂടി താഴേക്ക് ഇറങ്ങി വരികയാണ്. നയന ഉടനെ തന്നെ നന്ദുവിനെ കണ്ടുകൊണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ്, ആഹാ മോള് വീണ്ടും ഇങ്ങു വന്നോ? സത്യം പറയാമല്ലോ, ഈ വേഷത്തിൽ മോളെ കാണുന്നത് തന്നെ ഒരു ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ കുടുംബത്തിൽ ഒരു പോലീസിന്റെ കുറവ് കൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതും ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. ആ അല്ല മോളെ, എങ്ങനെയുണ്ട് പുതിയ ഡ്യൂട്ടിയും സാഹചര്യങ്ങളും ഒക്കെ? കുഴപ്പമില്ല ചേച്ചി, എല്ലാം ഒന്ന് പരിചയപ്പെട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. രാവിലെ ആദർശേട്ടൻ വിളിച്ചു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ ദേ മുത്തശ്ശൻ പറയുന്നു, മുത്തശ്ശൻ ആവശ്യപ്പെട്ടിട്ടാണ് ആദർശേട്ടൻ എന്നെ വിളിച്ചത് എന്ന്. എന്താ മുത്തശ്ശ, കാര്യം പറ. ആ അത് മോളെ, നമ്മുടെ ഈ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ മൂർത്തീസ് ജ്വല്ലറിയോടുള്ള ബന്ധത്തിൽ ഒരു കേസ് നിലനിൽപ്പുണ്ട്. കുറെ നാളുകളായിട്ട് ആ കേസ് യാതൊരു തരത്തിലുള്ള നീക്കങ്ങളുമില്ലാതെ അങ്ങനെ പൊടി പിടിച്ച് എവിടെയോ കിടക്കുകയാണ്. സത്യത്തിൽ നമ്മൾ കൊടുത്ത കേസല്ല, മൂർത്തീസ് ജ്വല്ലറിക്കെതിരായി പോലീസ് എടുത്ത കേസ് തന്നെയാണ്. വിഷയം കള്ളക്കടത്താണ്. കള്ളക്കടത്ത് സ്വർണം മൂർത്തീസ് ജ്വല്ലറി വഴി വിറ്റഴിച്ചു എന്നുള്ളതാണ് പരാതി. കള്ളക്കടത്ത് സ്വർണം വിറ്റഴിച്ചെന്നോ? അതെപ്പോ? ആ അത് തന്നെയാണ് മോളെ ഞങ്ങൾക്കും അറിയാത്തത്. കള്ളക്കടത്ത് സ്വർണം മൂർത്തീസ് ജ്വല്ലറിയിൽ വന്നിട്ടുണ്ട്. അത് അവിടെ വെച്ച് തന്നെ ആഭരണങ്ങളാക്കുകയും വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പണം ഒരിക്കലും അക്കൗണ്ടിൽ കണ്ടിട്ടില്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അവിടെയുള്ള തൊഴിലാളികളെ മാറിയും തിരിഞ്ഞും ചോദ്യം ചെയ്തിട്ടും ആർക്കും ഒരു ഐഡിയയുമില്ല. മൂർത്തീസ് ജ്വല്ലറിയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു അപവാദം ഉണ്ടാകുവാൻ തക്കവണ്ണം ഒരിക്കലും യാതൊരു പിഴവുകൾക്കും ഞങ്ങൾ അവസരമുണ്ടാക്കിയിട്ടില്ല. അങ്ങനെയല്ല നമ്മൾ ബിസിനസ് ചെയ്യുകയും പണമുണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ആ സൽപ്പേരിനാണ് കളങ്കം ചാർത്തപ്പെടുവാൻ പോകുന്നത്. ഈ ഒരു വിഷയം ഉന്നയിക്കപ്പെട്ടപ്പോൾ തന്നെ ഞാൻ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന SIയോട് പറഞ്ഞിരുന്നു, എത്രയും വേഗം ഇതിന്റെ പിൻപിലുള്ള ഓരോ നീക്കങ്ങളും കണ്ടെത്തണമെന്ന്. ആ സമയത്ത് അവർക്ക് വലിയ ആവേശമായിരുന്നു ഈ കേസ് തെളിയിക്കുവാൻ വേണ്ടി. പക്ഷേ പോകെ പോകെ ആ ആവേശമെല്ലാം തണുത്തു. അവസാന സമയത്തൊക്കെ വിളിക്കുമ്പോൾ അന്വേഷിക്കുന്നുണ്ട്, പറയാം, ഒന്നും തുമ്പ് ലഭിച്ചിട്ടില്ല, ഇതൊക്കെ പറഞ്ഞിട്ട് ഉഴപ്പി അങ്ങ് വിടുകയായിരുന്നു. അത് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, ഇത് കാശ് മേടിച്ചുകൊണ്ടുള്ള കളി തന്നെയാണെന്ന്. എന്റെയും ആദർശിന്റെയും മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് തൽക്കാലം ഞങ്ങൾ പുറത്തു പറയുന്നില്ല. എന്തായാലും മോൾ ഈ കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഒന്ന് അന്വേഷിക്കണം. നമ്മുടെ ജ്വല്ലറിയിലുള്ള ആൾക്കാർ അറിയാതെ ഇത്തരത്തിലുള്ളൊരു വലിയ കള്ളം അവിടെ നടക്കില്ല. കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം നന്ദു പറയുന്നുണ്ട്, ശരി മുത്തശ്ശ, ഇന്ന് തന്നെ ഞാൻ ആ ഫയൽ തുറക്കുകയാണ്. ഉടനെ തന്നെ ഞാൻ അന്വേഷിച്ച് അതിന്റെ പിൻപിലൊരു തീരുമാനമുണ്ടാക്കും. ഇത് ഞാൻ മുത്തശ്ശന് നൽകുന്ന ഉറപ്പാണ്. ഇത് പറഞ്ഞിട്ട് നന്ദു അനന്തപുരിയിൽ നിന്നും മടങ്ങിപ്പോവുകയാണ്. നന്ദു പോകുന്ന വഴിയിൽ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുകയാണ്. അനാമിക ഒരു പയ്യന്റെ ബൈക്കിന്റെ പിൻപിലിരുന്ന് യാത്ര ചെയ്യുന്നു. നന്ദു ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുന്നുണ്ട്, അത് അനിയാണോ? അല്ല, അനിയല്ല, മറ്റാരോ ഒരാളാണ്. അനാമിക മെല്ലെ അവർ കാണാതെ കുറച്ച് അകലം വിട്ട് അവരുടെ വണ്ടിയെ ഫോളോ ചെയ്യുകയാണ്. ഇവർ രണ്ടുപേരും കൂടി ചെന്ന് കയറുന്നത് ഒരു വലിയ ഹോട്ടലിലേക്കാണ്. ഉടൻ തന്നെ അനാമിക പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് വേഗത്തിൽ വരുവാൻ 2 പോലീസുകാരോട് പറയുന്നുണ്ട്. 2 പോലീസുകാർ വേഗത്തിൽ അവിടെ എത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മാഡം, എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നമുണ്ടോ? അതെ, നമ്മൾ ഈ ഹോട്ടൽ ഒന്ന് റെയ്ഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഹോട്ടൽ റെയ്ഡോ? എന്തിനാ മാഡം ഹോട്ടൽ റെയ്ഡ് ചെയ്യുന്നത്? എന്തെങ്കിലും അനാശാസ്യം അവിടെ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടോ? റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അല്ല മാഡം, ഇത്രയും വലിയ ഹോട്ടലിലൊക്കെ ഇങ്ങനെയുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമോ? ഇത് അറിയപ്പെടുന്ന ഒരു പൊളിറ്റീഷ്യന്റെ ഹോട്ടലാണ്. അതെ, ഈ വലിയ വലിയ ഹോട്ടലുകളിലാണ് അനാശാസ്യം നടക്കുന്നത്. ചെറിയ ചെറിയ ലോഡ്ജുകാർക്കൊക്കെ പേടിയാണ്. വലിയ ഹോട്ടലുകളാകുമ്പോൾ അവിടെയൊന്നും ഇങ്ങനെയുള്ള റെയ്ഡ് ഉണ്ടാവില്ല എന്ന് ഇവർക്കൊക്കെ നല്ല ഉറപ്പുമുണ്ട്. എന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും പേടിയുണ്ടോ ഇവിടെ റെയ്ഡ് ചെയ്യാൻ വേണ്ടി? പേടി കൊണ്ടല്ല മാഡം, ഇവരൊക്കെ വലിയ രാഷ്ട്രീയ നേതാക്കളല്ലേ, ഉന്നതമായ പിടിപാടുകളും ബന്ധങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമുക്കെതിരെ പിന്നീട് ഏതു നീക്കമാണ് വരാൻ പോകുന്നതെന്ന് ഇത്രയും കാലം സർവീസിൽ ഇരുന്നത് കൊണ്ട് നന്നായിട്ട് അറിയാവുന്നതാണ്. ഓ അത് ശരി, അപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരെ നമ്മൾ ഭയപ്പെടണമെന്ന്. ഈ നന്ദുവിനെ അതിന് കിട്ടില്ല. നിങ്ങൾ വന്നേ, ഒട്ടും നേരമില്ല എനിക്ക് കളയാൻ. ഇത് പറഞ്ഞിട്ട് ആ പോലീസുകാരെയും കൂട്ടി നന്ദു ഹോട്ടലിനുള്ളിലേക്ക് കയറുകയാണ്. തുടർന്ന് റിസപ്ഷനിലേക്ക് ചെന്നിട്ട് മാനേജരോട് നന്ദു പറയുന്നുണ്ട്, ഞങ്ങൾ വന്നത് ഈ ഹോട്ടൽ ഒന്ന് റെയ്ഡ് ചെയ്യാനാ. റെയ്ഡ് ചെയ്യാനോ? എന്തിന്? ഈ ഹോട്ടലിൽ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നടക്കാറില്ല മാഡം, പിന്നെന്തിനാണ് ഇവിടെ റെയ്ഡ്? അതെ, ഇവിടെ എന്തെങ്കിലും അനാശാസ്യം നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്, പോലീസാണ്. ആ തീരുമാനം കൈക്കൊള്ളുന്നതിന് മുൻപ് ഒരു പരിശോധന ആവശ്യമാണല്ലോ. അതിനുവേണ്ടി തന്നെയാണ് വന്നത്. ഉടനെ തന്നെ അയാൾ പറയുന്നുണ്ട്, മാഡം ഈ ഹോട്ടൽ ആരുടെയാണെന്ന് മാഡത്തിന് അറിയാമോ? അറിയാവിടോ, അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ പരിശോധിക്കാൻ വേണ്ടി വന്നത്. നന്ദുവിന്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് ഉടൻ തന്നെ അയാൾ ഫോൺ എടുക്കുകയാണ് മുതലാളിയെ വിളിക്കുവാൻ വേണ്ടി. പെട്ടെന്ന് നന്ദു ആ ഫോൺ പിടിച്ചു വാങ്ങി താഴേക്ക് വെക്കുകയാണ്. എന്നിട്ട് നന്ദു അയാളോട് പറയുകയാണ്, ഇനി അല്പനേരത്തേക്ക്
താൻ ആരെയും വിളിക്കുകയും വേണ്ട, ആരുടെയും ഫോൺ വന്നാൽ എടുക്കുകയും വേണ്ട. ഇത് പറഞ്ഞിട്ട് ഒരു പോലീസുകാരനെ അവിടെ നിർത്തിയിട്ട് നന്ദു വീണ്ടും മുകളിലേക്ക് കയറിപ്പോകാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് താനൊന്ന് നിന്നു. എന്നിട്ട് മടങ്ങി വന്നിട്ട് റിസപ്ഷനിസ്റ്റിനോട് വീണ്ടും ചോദിക്കുകയാണ്, അതെ, ഇപ്പോൾ ഒരു പെണ്ണും ചെറുക്കനും കൂടി ഇങ്ങോട്ട് വന്നല്ലോ, അവരേത് റൂമിലേക്കാണ് പോയിരിക്കുന്നത്? മാഡം, അവരങ്ങനെ വലിയ പ്രശ്നക്കാരൊന്നും അല്ല, അവരിവിടെ സ്ഥിരം വരികയും റൂം എടുക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഓ, അത് ശരി. ആ ആൾ ആരാണെന്ന് തനിക്കറിയാമോ? മാഡം, അയാളുടെ ID പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ ആ പെൺകുട്ടിയുടെ ID നമുക്ക് തന്നിട്ടില്ല. അതെന്താ, പെൺകുട്ടിയുടെ ID നിങ്ങൾ ചോദിക്കില്ലേ? അതോ നിങ്ങളുടെയൊക്കെ ഒത്താശയോടുകൂടിയാണോ ഈ പണികളൊക്കെ ഇവിടെ നടക്കുന്നത്? അയ്യോ മാഡം, അങ്ങനെയൊന്നുമില്ല, ഇവർ സ്ഥിരമായിട്ട് ഇവിടെ വരാറുള്ളതാണ്. ഓ, സ്ഥിരമായിട്ട് വരാറുള്ള ആൾക്കാരാണല്ലേ, അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ. ആട്ടെ, ഏത് റൂമാണ് ഇപ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്നത്? അയാൾ ഉടൻ തന്നെ രജിസ്റ്റർ ബുക്ക് നോക്കിയിട്ട് റൂം നമ്പർ പറയുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് അനാമികയും ഒരു പോലീസുകാരനും കൂടി മുകളിലേക്ക് കയറി പോവുകയാണ്. അനാമികയും കാമുകനുമുള്ള റൂമിന്റെ വാതിൽക്കിലെത്തിയതിനു ശേഷം കയ്യിലിരുന്ന ലാത്തി കൊണ്ട് നന്ദു അല്പം കട്ടിയായിട്ട് ആ കതകിൽ 3-4 തട്ട് തട്ടുന്നുണ്ട്. ഈ സമയത്ത് ഒരു ഞെട്ടലോടുകൂടിയാണ് ആ ശബ്ദം അനാമികയും കാമുകനും കേൾക്കുന്നത്. ഇരുവരും ഹോട്ടൽ റൂമിനകത്ത് മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് പകച്ചിരിക്കുകയാണ്. അനാമിക ചോദിക്കുന്നുണ്ട്, ആരാ ഇത്രയും ശക്തിയായിട്ട് ഈ കതവിൽ വന്ന് അടിക്കുന്നത്? എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, നീ ഒന്ന് നോക്കിക്കേ. ഇത് കേട്ടിട്ട് അയാളും ആകെ പരിഭ്രമിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് ഒടുവിൽ അയാൾ ധൈര്യം സംഭരിച്ചു പോയി കതക് തുറക്കുന്നു. കതക് തുറക്കുമ്പോഴേക്കും നന്ദുവും കൂടെയുള്ള പോലീസുകാരനും കൂടി പെട്ടെന്ന് അകത്തേക്ക് ഇരച്ചു കയറുകയാണ്. നന്ദുവിനെ കണ്ട മാത്രയിൽ അനാമിക ഇരിപ്പിടത്തിൽ നിന്നും ഷോക്കടിച്ചതുപോലെ ചാടി എഴുന്നേറ്റ് പകച്ചു നിൽക്കുകയാണ്. അത് കണ്ടുകൊണ്ട് നന്ദു അനാമികയോട് ചോദിക്കുകയാണ്, എടി, ആരടി ഇവൻ? നിനക്കെന്താണ് ഇവിടെ കാര്യം? ഈ സമയത്ത് മുഖത്തെ ജാള്യത ഒരു വിധത്തിൽ മറച്ചു പിടിച്ചുകൊണ്ട് അനാമിക പറയുകയാണ്, അത് പിന്നെ ഞങ്ങൾ വന്നത് ഒരു ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടിയാണ്. ബിസിനസ് മീറ്റിങ്ങോ? നിങ്ങൾ 2 പേരും മാത്രം ഹോട്ടലിൽ റൂം എടുത്തിട്ട് എന്ത് തരം ബിസിനസ് മീറ്റിംഗ് ആണ്? ഉടനെ അനാമിക, എന്ത് തരം ബിസിനസ് മീറ്റിംഗ് ആയാൽ നിനക്കെന്താ? നീ എന്തിനാണ് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാൻ വേണ്ടി വരുന്നത്? എടി, ഇത് സ്വകാര്യതയിലേക്കുള്ള ഒളിഞ്ഞുനോട്ടമല്ല, അനാശാസ്യ പ്രവർത്തനം ഹോട്ടലിൽ മുറിയെടുത്ത് നടത്തുന്നു എന്നുള്ള വ്യക്തമായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ റെയ്ഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. കയ്യോടെ ഞാൻ നിങ്ങളെ പിടിക്കുകയും ചെയ്തു. പറ, എന്ത് ബിസിനസ്സാണ് നീ ചെയ്യുന്നത്? അനാമിക നിന്നുകൊണ്ട് പരുങ്ങുകയാണ്. ഈ സമയത്ത് നന്ദു ആ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നുണ്ട്, ഇടാ, നീ ഏതാണ്? എന്താണ് നിന്റെ പേര്? എന്താ നീ ചെയ്യുന്ന ബിസിനസ്? എന്ത് ബിസിനസ് മീറ്റിംഗുമായിട്ടാണ് നീ ഇവളെയും വിളിച്ചുകൊണ്ട് ഇവിടേക്ക് വന്നത്? നന്ദുവിന്റെ ചോദ്യങ്ങൾക്കൊന്നും അയാൾ മറുപടി പറയുന്നില്ല. ഉടനെ അനാമിക പറയുകയാണ്, എടാ, നീ എന്താ മിണ്ടാതെ നിൽക്കുന്നത്? കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഭയപ്പെട്ടാൽ മതി. എന്ത് മീറ്റിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഇവിടേക്ക് വന്നതെന്ന് നീ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക അവളോട്, അവൾ കേൾക്കട്ടെ. അപ്പോൾ അയാൾ പറയുകയാണ്, അത് പിന്നെ ഞങ്ങൾ ഒരു ജ്വല്ലറി ബിസിനസ് ആണ് തുടങ്ങുന്നത്, അതിനെക്കുറിച്ചുള്ള മീറ്റിംഗ് ആണ്. ഓ, അത് ശരി. ഈ നാട്ടിലെ ഏറ്റവും വലിയ ജ്വല്ലറി ബിസിനസ് മേധാവിയായ അനന്തമൂർത്തിയുടെ മരുമകൾ പുതിയ ജ്വല്ലറി ബിസിനസ്സുമായി ഇറങ്ങിയിരിക്കുന്നു. അനന്തമൂർത്തി സാർ ഇത് അറിഞ്ഞിട്ടുണ്ടോടി? അതോ അയാൾ അറിയാതെ നീ ബദൽ ബിസിനസ് തുടങ്ങുകയാണോ? ഉടനെ അനാമിക നന്ദുവിന്റെ മുഖത്ത് നോക്കി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്? ഞാൻ എന്ത് ബിസിനസ് തുടങ്ങിയാൽ നിനക്കെന്താണ്? ഇത് കേട്ടുകൊണ്ട് അനാമികയുടെ മുടിയിൽ കയറി കുത്തി പിടിച്ചുകൊണ്ട് നന്ദു പറയുകയാണ്, ദേണ്ടേ, ഈ എടി പോടി എന്നൊക്കെയുള്ള സംസാരമുണ്ടല്ലോ, അതങ്ങ് വീട്ടിൽ പോയി സംസാരിച്ചാൽ മതി. ഞാനേ പോലീസ് ഓഫീസറാണ്. നിന്റെ മേൽ നടപടിയെടുക്കുവാനുള്ള അധികാരം എനിക്കുണ്ട്. ഹോട്ടൽ റൂം എടുത്ത് അനാശാസ്യ പ്രവർത്തനം നടത്തുന്നത് കയ്യോടെ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതി വെച്ചാൽ നീയും ഇവനും പിന്നെ പുറത്തിറങ്ങില്ല. അതുകൊണ്ട് സംസാരിക്കുന്നത് മര്യാദയ്ക്ക് വേണം. സാധാരണ പോലീസുകാരെ കണ്ടാൽ എടി പോടി എന്നാണോടി നാട്ടുകാർ വിളിക്കുന്നത്. ആൺ പോലീസുകാരെ സാർ എന്നും വനിതാ പോലീസുകാരെ മാഡം എന്നും വിളിക്കും. നിനക്കെന്താ അത് പറ്റില്ലേ? അപ്പോൾ വീണ്ടും അനാമിക, എന്റെ പട്ടി വിളിക്കും നിന്നെ മാഡമെന്ന്. ഇത്രയും കേട്ടപ്പോഴേക്കും കൈവീശി അനാമികയുടെ കരണത്താഞ്ഞൊരൊറ്റ അടി കൊടുക്കുകയാണ് നന്ദു. നന്ദുവിന്റെ കയ്യിൽ നിന്നും മുഖമടച്ച് അടി കിട്ടിയപ്പോഴേക്കും സത്യത്തിൽ അനാമിക കറങ്ങി ആ ബെഡിലേക്ക് അങ്ങ് വീഴുകയാണ്. തുടർന്ന് നന്ദു അനാമികയുടെ കാമുകനോട് ചോദിക്കുന്നുണ്ട്, എടാ, സത്യം പറയണം, എന്താ നിന്റെ പേര്? ഇവളും നീയുമായിട്ട് ഏതു തരത്തിലുള്ള ബന്ധമാണുള്ളത്? മര്യാദയ്ക്കുള്ള കാര്യം നീ തുറന്നു പറഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാം. ഇല്ല എങ്കിൽ പൊന്നുമോനെ നീ അകത്ത് കിടക്കും. ഇവൾ ആരാണെന്ന് അറിഞ്ഞിട്ടാണോ നീ ഇവളെയും കൂട്ടി ഈ ഹോട്ടലിനകത്തേക്ക് വന്നിരിക്കുന്നത്? ഈ നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ് ശൃംഖലയുടെ മേധാവിയായ മൂർത്തി സാറിന്റെ പേരക്കുട്ടിയായ അനിയുടെ ഭാര്യയാണ് ഈ കിടക്കുന്ന മഹതി. അനന്തപുരി തറവാട്ടിൽ കയറി കൈവെക്കാൻ നീ ആയി അല്ലേ? അപ്പൊ പിന്നെ നിന്നെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. കാര്യങ്ങളെല്ലാം തത്ത പറയുന്നത് പോലെ നീ പറയും, ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. ഇത് കേൾക്കുമ്പോഴേക്കും ഇരു കൈകളും എടുത്ത് നന്ദുവിന്റെ നേരെ തൊഴുതു പിടിച്ചുകൊണ്ട് അയാൾ പറയുന്നുണ്ട്, ദയവ് ചെയ്ത് മാഡം എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ സത്യങ്ങളെല്ലാം തുറന്നു പറയാം. ഇത് കേട്ടുകൊണ്ട്, എടാ, നീ എന്ത് സത്യം പറയുമെന്നാണ്? ഇത് പറഞ്ഞുകൊണ്ട് അയാളുടെ നേരെ അനാമിക വീണ്ടും പൊട്ടിത്തെറിച്ചുകൊണ്ട് ചാടി എഴുന്നേൽക്കുകയാണ്.
അത്രയും കേൾക്കുമ്പോഴേക്കും വീണ്ടും അനാമികയുടെ മുടിക്കുത്തിൽ കയറി കുത്തിപ്പിടിച്ചുകൊണ്ട് നന്ദു പറയുകയാണ്, അവൻ പറഞ്ഞില്ലെങ്കിൽ നീ പറയും, നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. ഈ സമയത്ത് ദയനീയമായി നന്ദുവിന്റെ മുഖത്തേക്ക് അനാമിക അങ്ങനെ നോക്കി നിൽക്കുന്ന കാഴ്ചയോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ. തൽക്കാലം ബൈ ബൈ.